എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും നല്ലൊരു പച്ചരി പായസം തയ്യാറാക്കിയെടുക്കലാണ്. ഈ ഒരു നോൻപ് മാസത്തില് എല്ലാവർക്കും വളരെ ഈസി ആയിട്ടും നല്ല രുചികരമായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പച്ചരി പായസം എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. അതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി പെരുന്നാൾ ദിവസത്തിന് വളരെ സിമ്പിളായിട്ട് നല്ലൊരു പച്ചരി പായസം നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവില് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടില് നിത്യമുള്ള പച്ചരിയാണ്. ഇനി നമുക്ക് ഈ പച്ചരി ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു കുക്കറിലേക്ക് കൂടെ മാറ്റിയിട്ട് വരാം. അങ്ങനെ പച്ചരി കഴുകി കുക്കറിലേക്ക് വേവിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പച്ചരി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കുക്കർ മൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പച്ചരി ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ പച്ചരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പച്ചരി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ പാല് തിളപ്പിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ 1/4 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. നമ്മുടെ പച്ചരി പായസം തയ്യാറാക്കുമ്പോൾ അതിന്റെ ആ ഒരു കട്ടി അനുസരിച്ച് നമുക്ക് പാല് ചേർക്കേണ്ടതായും വരും. അങ്ങനെ പാലിപ്പോൾ നല്ല വെട്ടി തിളച്ച് വന്നപ്പോഴേക്ക് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ പാലും ഒന്ന് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. പാല് തിളപ്പിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പച്ചരി വേവിച്ചതൊന്ന് മൂടി തുറന്ന് നോക്കാം. നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് ഇളക്കിയും കൂടെ നോക്കാം. ദാ ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ തന്നെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് മാറ്റി വയ്ക്കണം. ഇനി പായസം തയ്യാറാക്കി എടുക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ ഉരുളി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് 250 ഗ്രാം അളവില് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ കുറഞ്ഞ അളവിലാണ് മധുരം ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. പഞ്ചസാര ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. നിങ്ങളുടെ കൈവശം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഉരുകി വരട്ടെ. പഞ്ചസാര ഇപ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി മെൽറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പഞ്ചസാരയിലേക്ക് നമ്മൾ വേവിച്ച ചോറ് ചേർക്കാം. ചോറ് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചോറ് ഇതുപോലെ ഇതിലേക്ക് നേരിട്ട് ചേർത്തിട്ടുള്ളത് ചോറിന്റെ ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചോറിലുണ്ടായിരുന്ന ആ ഒരു കട്ടയൊക്കെ നല്ല പോലെ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലെല്ലാം നമ്മുടെ ചോറിലേക്കൊന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് ചേർക്കാം. ഇനി കുറച്ച് പാലൊഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒഴിച്ചു കൊടുത്ത പാല് നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പാല് കൂടെ നമുക്ക് ഒഴിച്ച് ചേർക്കാം. ഒറ്റടിക്ക് തന്നെ പാല് മുഴുവനും പായസത്തിലേക്ക് ചേർക്കുവാണെങ്കിൽ ഈ ഒരു കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി വരും. അപ്പം അതുകൊണ്ട് കുറേശ്ശെ പാലൊഴിച്ച് കട്ടകളെല്ലാം ഉടച്ച് വേണം ബാക്കിയുള്ളത് കൂടെ ചേർക്കാനായിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള പാല് കൂടെ ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർന്ന് ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരണം. ഇനി നമ്മൾ പാല് തിളപ്പിച്ച ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂണോളം പാൽപ്പൊടി കൂടെ ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. നിങ്ങളുടെ കൈവശം മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പായസം ചൂടായി വന്നപ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടില്ല പാൽപ്പൊടി ഒന്ന് നല്ലതുപോലെ കട്ടകളെല്ലാം ഉടച്ചൊന്ന് ഇളക്കി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മുടെ പായസം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് നേരം ഒന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പായസത്തിലേക്ക് കാഷ്യൂസോ റൈസിൻസോ അതുപോലെ ഏലക്കപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇനിയിപ്പോ ചൂടാറി വരുമ്പോൾ പായസം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീടുകൾ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു പായസത്തിന്റെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും